നമസ്കാരം. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി ഇനി പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്ന ചിത്രമാണ് വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ടെർബോ എന്ന ചിത്രം. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ചിത്രത്തിന്റെ പോസ്റ്ററുകൾ മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയെടുത്തത്. ടെർബോ എന്ന ഈ ഒരു ആക്ഷൻ കോമഡി ചിത്രം ജൂൺ 13 ആഗോളതലത്തിൽ റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം പ്രേക്ഷകർക്ക് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി ജൂൺ 13 വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചിത്രം അതിനു മുമ്പ് തന്നെ തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ്. ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ഈ വരുന്ന മെയ് 23 ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. വൻ ആവേശത്തോടെയാണ് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. മാറിയ റിലീസ് തീയതി അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററും നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രവും അതോടൊപ്പം ആദ്യമായിട്ടാണ് മമ്മൂട്ടി കമ്പനി ഒരു മാസ് ആക്ഷൻ കോമഡി ചിത്രം നിർമ്മിക്കുന്നു എന്ന പ്രത്യേകത കൂടി ടെർബോ എന്ന സിനിമക്കുണ്ട്. DQന്റെ നിർമ്മാണ കമ്പനിയാണ് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 400-ലധികം തിയേറ്ററുകളിലാണ് അല്ലെങ്കിൽ സ്ക്രീനിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ചിത്രം മമ്മൂക്കയുടെ ഏറ്റവും വലിയ ആഗോള റിലീസായി മാറ്റാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. ടെർബോയിൽ മമ്മൂക്കൊപ്പം കന്നഡ സൂപ്പർ താരം രാജ്പി ഷെട്ടി, മലയാള യുവതാരം സണ്ണി വെയിൻ, പ്രശസ്ത തെലുങ്കു നടൻ സുനിൽ, നിരഞ്ജന അനൂപ്, അഞ്ജന പ്രകാശൻ എന്നിവരും വേഷമിടുന്നുണ്ട്. ടെർബോയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. എഡിറ്റ് ചെയ്യുന്നത് ഷമീർ മുഹമ്മദും ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ശർമ്മയുമാണ്. ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഫിനിക്സ് പ്രഭുവാണ്. അപ്പോൾ മമ്മൂക്കയുടെ ടെർബോ എന്ന സിനിമയുടെ റിലീസ് തീയതിയിൽ മാറ്റം വരുത്തിയതിൽ നിങ്ങൾ സന്തുഷ്ടവാനാണോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.